ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ വൈകിയത്. ഇപ്പോൾ രാവിലെ തന്നെ എനിക്കും ചേട്ടനും ഇഷ്ടപ്പെട്ട പരിപാടി പത്രവും ചായയും. ഞാൻ നോക്കി വന്ന ഉടനെ ആളതിനെ തുറന്നു. ഞാൻ ഇതാ ഈ ഡ്രോ ആര് തുറന്നത്? മാളുവിനെ പറഞ്ഞ് വെട്ടും. അപ്പോൾ ചായ കുടിച്ചിട്ട് വേണം. ചേട്ടൻ ഇന്ന് അവധിയല്ല, അപ്പോൾ ചേട്ടനായിരിക്കും രാവിലെ എനിക്ക് വെളിയിലോട്ടൊക്കെ നോക്കുന്നത്. അതായത് എന്തൊക്കെയുണ്ട് ഇന്ന്, ചക്കയുണ്ടോ മാങ്ങയുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതാ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്, പഴുത്ത് നിൽക്കുകയാണ്. ഇത് കറക്കി എടുത്ത പോരെന്നതാ, ഇവിടുന്ന് മുഴുവൻ വീഴൂലേ. ഇത് ആയാ എടുക്കാറായ അത് കെട്ടി വെച്ചൊക്കെയാണ് അവിടെ. ഒരു പപ്പയ കാണിച്ചു തരാട്ടാ. മുളക് പോലെ ഉണ്ട്, കണ്ടിട്ട് മുളക് പോലെ ഇരിക്കുന്നല്ലേ ശരിക്കും. അതിൻ്റെ ഷേപ്പ് നമുക്ക് മുട്ടക്കറിയും പിന്നെ വേണ്ടവർക്ക് ബ്രെഡും ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും കൂടെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് നല്ല രസമല്ലേ. ഫാമിലിയിൽ എന്നും കിട്ടാത്ത ഒരു ചാൻസ് ആണല്ലോ ഇതൊക്കെ. ഇന്ന് കോയിൻസിഡൻ്റലി ഞങ്ങൾ എല്ലാവരും ബ്ലൂ ആയിരുന്നു കേട്ടോ. അത് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ അത് രാജ്മാത അയ്യോ അതിന് ഇംഗ്ലീഷിലാണെങ്കിൽ റീലറിയാന്ന് ബാഹുബലി ഇംഗ്ലീഷ് കണ്ടോണ്ടിരിക്കുകയാണ്. Hey David Saina, I hope you're enjoying your daily torture. ലഡു ഇല്ല ബോള് എന്തിനാ കാണിക്കുന്നത്? അയ്യോ ചേട്ടാ, ഇത് പപ്പയ അല്ല, ഇത് പംകിൻ അല്ലാന്ന് തോന്നുന്നത്. ഒരു കുമ്പള വന്നിട്ട് അത് പോയി. ഇത് നോക്ക്, ഇത് അന്ന് കാണിച്ചത് പംകിൻ അല്ലാന്ന് തോന്നുന്നു കേട്ടോ. അത് പോയി, എന്താന്ന് അറിയില്ല. ഇഴുതോ ചേട്ടാ? ഇത് കുക്കുംബറാണ് കേട്ടോ. പിന്നെ ഇത് തോന്നുന്നു അല്ല, അത് മറ്റേ കുക്കുംബറോടെ കുക്കുംബർ താണ്ടാ ഇവിടെ കാണുന്നുണ്ടോ? സാൻഡ്വിച്ച് പറയുക. രണ്ട് മൂന്ന് ഫാഷൻ ഫ്രൂട്ടും കെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. മഴയത്ത് വീഴുന്ന നടന്നതാണില്ല. ഓ എന്താ അച്ഛൻ്റെ സൈഡിലുള്ളത് പഴുത്തില്ലേ? എന്നാ നീര് കാണുമേ അതിനകത്ത്. അപ്പം അതിന് മേലുള്ളത് പഴുത്തില്ലേ? അതിൻ്റെ മേളിലുള്ളതാ. ചെറിയൊരു മഞ്ഞ കളർ കഴിഞ്ഞ അവിടെ ഇപ്പത്തെ ഇതാണോ? അത് പഴുത്തില്ല, മഞ്ഞ കളർ വന്നില്ലല്ലോ. കഴിഞ്ഞ
അത് ഏത്തപ്പഴം എന്താ കറുത്ത് കറുത്ത് വരുന്നുണ്ടേ. അത് ഞാൻ കൊണ്ടുപോടി. അപ്പോഴേക്കും അത് അല്ല ഞാൻ കൊണ്ടുപോകുന്നു. അത് ജസ്റ്റ് പറഞ്ഞ് മനസ്സിലായില്ല. ടോൺ അടിച്ചത് മനസ്സിലായി അല്ലേ? ഇത് എല്ലാത്തിനും പുറത്തേക്ക് ജ്യൂസ് അടിക്കാനും ഇതിനെ കൊള്ളാം. വേറെ ഒന്നും കൊള്ളാം. അതിനാ മനസ്സിലുണ്ട് ഇന്നുള്ളത് നല്ല മധുരം. ഏത് ഫ്ലേവറാണ് ഐസ്ക്രീം? ഇതിനെന്തായാലും വാനില മാത്രമേ പോവുള്ളൂ. അതിങ്ങനെ വിളവിളായിരിക്കണമെങ്കിലും മധുരമുണ്ട്. അതിനെടുത്ത് തട്ട്. രണ്ട് കറിയും ക്യാൻസൽ ചെയ്യും. രണ്ട് കറി ഏതാണ് വേണ്ട? ഇരുപത്തോ പോലെ അപ്പോൾ പിന്നെ അത് മാറ്റി വെച്ച സൈഡ് 700 ml വേണോ? അതെ അതെ. ഇത് തിന്നായിരിക്കണം. 134 ആവും. അല്ല ഈ പറയുന്ന ആളെ എങ്ങോട്ടാണ് എടുത്തത്? എത്ര കഴിച്ചേട്ടെ? 134 ആവും. ഓ നമ്മുടെ അച്ഛൻ മാറ്റി തരാം. കാര്യം അരിഞ്ഞിട്ടേ എന്റെ ബാക്കിയോട്ട് ഞാൻ അരിഞ്ഞു. അത് പുളിശ്ശേരി എന്തെങ്കിലും സ്വീറ്റ് വേണോ? സ്വീറ്റ് അല്ല വേറെ ഐസ്ക്രീം ഫ്ലേവർ ഉണ്ടോ നോക്കാം. അതോടെ ഉള്ളി ഡയറി മിൽക്ക് അത് എങ്ങനെ 50 വരാം? ഡയറി മിൽക്ക് കൂടുതലായിക്കോട്ടെ കുഴപ്പമില്ല. പ്രീമിയം റെഡ് വെൽവെറ്റ്, ചോക്കോ ബ്രൗണി ഫഡ്ജ് ഐസ്ക്രീം, ഹേസൽനട്ട് ചോക്ലേറ്റ്, ചോക്കോ ചിപ്പ് ഐസ്ക്രീം. ഏതിന്റെ മേടിച്ചത് നല്ല കുഴപ്പമില്ല. ലാസ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ടബ്. ലാസ കൊള്ളാം. അൽഫോൻസോ സ്ട്രോബെറി ടെൻഡർ കോക്കനട്ട് ബട്ടർ ക്രീം. അമൂൽ ഫലൂഡ വാങ്ങിക്കാം. അമൂൽ ഫലൂഡ ഐസ്ക്രീം കൊള്ളാം. അത് വാങ്ങിക്കാം. എത്ര? ആഡ് ഞാൻ വാങ്ങണ്ടേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് മാങ്ങ പുളിശ്ശേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നാട്ടുമാങ്ങ കിട്ടിയില്ല. കിട്ടിയ മാങ്ങ കൊണ്ട് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം. പിന്നെ ചേട്ടൻ പോയിട്ട് വന്നപ്പം മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് വന്നപ്പോഴേ നമ്മൾ വെള്ളാപ്പാര മീൻ. അപ്പോൾ മീൻ കറിയും വെക്കാം. പിന്നെ എന്തെങ്കിലും തോരൻ വെക്കണം. നോക്കട്ടെ എന്താ തോരൻ വെക്കുകയെന്ന്. മീൻ വൃത്തിയാക്കി തന്നെ കേട്ടോ കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് അധികം പണിയൊന്നുമില്ല. $300 എന്തിനാ ചേട്ടാ ഇത് വാങ്ങിച്ചത്? മുറുക്കി കഷ്ണമൊക്കെ അല്ലേ? അവധി ദിവസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടനും ഞാനും കൂടെ ഒരുമിച്ച് തന്നെ കേട്ടോ അടുക്കളയിൽ പണികളിലൊക്കെ ചെയ്യാൻ കയറുക. ചേട്ടൻ കുറേ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ശബ്ദം കാണും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. കാരണം അവധി ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ്. പാട്ടും ബഹളവും ഒക്കെ തന്നെയായിരിക്കും വീട്ടിൽ. ഒന്നീ ടി വിയിൽ ശബ്ദമായിരിക്കും, അല്ലെങ്കിൽ പാട്ട് വെച്ചിട്ട് ഉണ്ടാവും. എന്തെങ്കിലും എപ്പോഴും ഉണ്ടാവും. പിന്നെ തോരന് നമുക്ക് വേറെ ഒന്നും അപ്പോൾ നമ്മുടെ ചുവന്ന പയറില്ലേ, അപ്പോൾ ആ ചുവന്ന പയറിൻ്റെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അത് കുറേ നാളായി വാങ്ങിച്ച് വെച്ചിട്ട്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ചെള്ള് വന്ന് തുടങ്ങും. അപ്പം വെറുതെ കേടാക്കണൊക്കെ അതായത് തോരൻ വെക്കാൻ വിചാരിച്ചു. അത് വേവിച്ചു കുക്കറിൽ. പിന്നെ അതിൻ്റെ അരപ്പും കൂടെ എടുത്തിട്ടാൽ മതി.
അപ്പം ഉച്ചയ്ക്ക് ചോറും മാങ്ങാപ്പുളിശ്ശേരി, മീൻകറി, പിന്നെ നമ്മുടെ ചുവന്ന പയറിൻ്റെ തോരൻ. ഉപ്പ് നോക്കാൻ വേണ്ടി ചേട്ടൻ ഉണ്ടെങ്കിൽ ഉപ്പ് നോക്കുന്ന പരിപാടി ചേട്ടൻ്റെയാണ്. കാരണം എൻ്റെ കറികൾക്ക് മിക്കവാറും ഉപ്പ് കുറവായിരിക്കും കേട്ടോ. ഇനി അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് കുളിക്കാം. മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയാക്കി കൊണ്ടുവന്ന ഞാണെങ്കിൽ പോലും മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാണ്ട് നമുക്ക് എന്താ പോലെ അല്ലേ. അപ്പോൾ ഇന്നിപ്പം അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളും കൂടെ കഴുകിയിട്ട് പിന്നെ കുളിക്കുക. അപ്പോഴേക്കും ഊണയ്ക്കാൻ സമയമാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് പറയുന്നുണ്ടായിരുന്നു പൂളിയും പായസമൊക്കെ ഇന്ന് ഉണ്ടാക്കാമെന്ന്. പിന്നെ അത് ക്യാൻസലാക്കിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം ഒരുപാട് ഐസ്ക്രീം കഴിക്കാൻ മതി. എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് ഒരു എന്താ പറയുക. സബ്ജി ഉണ്ടല്ലോ അത്, സബ്ജിയുണ്ട്, സേവിയുണ്ട്, लिवर रो उसका मुंह देख के लोगों को लगता है कि वो अखरत है। ऐसे आइसक्रीम में कुछ और ही खा रहे हैं हम लोग. लड़का पागल हो गया. पागल है क्या? ओ मैं आइसक्रीम की क्वालिटी बाहर है ये बताओ. अमूल है, अमूल है, अमूल है. ഊണെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഇവിടെ ഒരു കൊല വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അതൊന്ന് കൊല വെട്ടിയിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു കടയിൽ കൊടുക്കും. അപ്പോൾ കൊല വെട്ടൽ പരിപാടി ആണിപ്പോൾ നടക്കുന്നത്. അയ്യോ അയ്യോ തള്ളി പിടിച്ചാൽ പോവും അത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മാറിയില്ലേ, ഒന്ന് വെളിയിലോട്ട് പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ തന്നെ അതുവരെ ബൈ, ടേക്ക് കെയർ. വെട്ട് ആ